രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഖിയാമത്ത് നാളിൻ്റേത് അങ്ങേയറ്റത്തെ അപകടമായിരിക്കും. അതാണ് ഖബറിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വാവിട്ട് കരയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ ഒരു കാരണമാണ്. കാരണം ഖബറിലാണ് ഒന്നാമത്തെ വിചാരണ. നമുക്കെല്ലാം അറിയുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, മലക്കുകൾ ഒരാളെ ഖബറടക്കി കഴിഞ്ഞ് കുടുംബക്കാരൊക്കെ തിരിച്ചുപോയാൽ അവർ തിരിച്ചു പോകുന്ന കാലടി ശബ്ദം വരെ ആ വ്യക്തിക്ക് കേൾക്കാൻ കഴിയും. അള്ളാഹു റൂഹിനെ തിരിച്ചു കൊടുക്കും. ഈ മലക്കുകൾ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് നിൻ്റെ റബ്ബ് ആരാണ്, നിൻ്റെ മതമേതാണ്, മുഹമ്മദ് നബിയെ സംബന്ധിച്ച് ഇങ്ങനെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യം കൃത്യമാണെങ്കിൽ അള്ളാഹു ആ വ്യക്തിയെ സത്യപ്പെടുത്തും. സ്വർഗത്തിലേക്കൊരു വാതിൽ തുറക്കപ്പെടും. സ്വർഗത്തിൻ്റെ പരിമളവും സ്വർഗത്തിലെ ചില അനുഭൂതികളും ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. ആ വ്യക്തിയുടെ സൽക്കർമ്മങ്ങൾ ഒരു നല്ല മനുഷ്യൻ്റെ രൂപത്തിൽ വന്നുകൊണ്ട് ആ വ്യക്തിയെ ആശ്വസിപ്പിക്കുന്നതാണ്. സർവത്ര അവിടെ ഒരു വിചാരണയുമുണ്ട്, സന്തോഷകരമായൊരു അവസ്ഥയുമുണ്ട് ഖബറിൽ. അതേ സന്ദർഭത്തിൽ ചീത്ത വ്യക്തിയാണെങ്കിൽ